ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുനന്ദയെ കുറച്ച് കാലമായിട്ട് കാര്യത്തെ കിളിക്കൂട്ടിൽ കാണാനില്ലല്ലേ. സുനന്ദ പോയതിനു ശേഷം സുഭാഷ് ഏട്ടൻ്റെ ലൈഫിലേക്ക് വേറൊരു പെൺകുട്ടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം രാജീവിൻ്റെ വീട്ടിലേക്ക് സുധീഷ് പോയതും അവിടുത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയല്ലേ ഇപ്പം ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് കാണിക്കുന്നത് നമ്മളെ സുഭാഷ് ഏട്ടൻ്റെ ജീവിതമാണ് കേട്ടോ. സുഭാഷ് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് പുതിയതായിട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട്. എന്തായാലും സുനന്ദയെ പോലെയല്ല, സുനന്ദയെ സുഭാഷ് ഏട്ടൻ സാക്രിഫൈസ് ചെയ്ത് വിട്ടുകൊടുത്തതാണല്ലോ. അവർ തമ്മിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രണയിച്ചിട്ടൊന്നുമില്ല. രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു. സുനന്ദ മാത്രമാണ് തുറന്നു പറഞ്ഞത്. സുഭാഷ് ഏട്ടൻ അങ്ങനെ തുറന്നു പറയാനൊന്നും പോയിട്ടില്ല, പക്ഷെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇത് അതുപോലെയൊന്നും അല്ല കേട്ടോ. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് സുഭാഷ് ഏട്ടൻ്റെ പുതിയ നായികയായിട്ടുള്ളത്. നായിക ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയാട്ടോ. ആൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ സുഭാഷ് ഏട്ടന് മലയാളം മാത്രമോ. സുഭാഷ് ഏട്ടൻ ആളോട് മലയാളത്തിൽ സംസാരിക്കുന്നു, ആൾ സുഭാഷ് ഏട്ടനോട് ഹിന്ദി സംസാരിക്കുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലാംഗ്വേജുകളൊന്നും അറിയാതെ ഭയങ്കര രസകരമായിട്ട് പ്രേമിക്കുന്ന ഒരു ഇതാണ് കേട്ടോ കാണിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടാണ് അതൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. തമിഴിൽ ഇതിൻ്റെ വേർഷനിൽ അവരുടെ പ്രണയമൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോ അതോ നമ്മളെ സുനന്ദയെ വിട്ടുകൊടുത്ത പോലെ സുഭാഷ് ഏട്ടൻ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. എന്തായാലും അപ്രതീക്ഷിതമായിട്ട് ഈ പെൺകുട്ടിയെ കാണുന്നു. പെങ്ങളെ പോലെയാണ് ആദ്യം കാണുന്നത്. പിന്നെ എങ്ങനെയാണ് അതിലേക്ക് അടുക്കുന്നതും പിന്നെ ഒരു സ്നേഹത്തിലെത്തുന്നതെന്നൊക്കെ നമുക്ക് എന്തായാലും കാണാം. സുഭാഷ് ഏട്ടൻ എന്തായാലും ആ പെൺകുട്ടിക്ക് കുറച്ച് മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടി സുഭാഷ് ഏട്ടന് ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവരുടെ സ്നേഹം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ലവ് കെമിസ്ട്രി ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും അവരൊക്കെ മലയാളം സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. പക്ഷെ ഇത് അങ്ങനെയില്ല. ആ പെൺകുട്ടി ഒരൊറ്റ വാക്ക് പോലും മലയാളം സംസാരിക്കില്ല. എല്ലാം ഹിന്ദിയിൽ തന്നെയാട്ടോ പറയുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് ഹിന്ദിയിലാണ്. എന്നിട്ടും അവരുടെ പ്രണയം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതും സുഭാഷ് ഏട്ടനെ പോലെ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു ചെക്കനെ എങ്ങനെ നമ്മളെ ഈ പെൺകുട്ടിയെ ഇതുപോലെ ഒരു ലവ് ട്രാക്കിൽ എത്തിച്ചു എന്നൊക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും സുനന്ദ പോയ വിഷമം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. കാരണം ഇപ്പോൾ സുനന്ദ കല്യാണം കഴിച്ച് പോയതിന് ശേഷം സുനന്ദയുടെ ഒരു വിവരവും ഇല്ല. സ്ക്രീനിൽ ഇപ്പോൾ സുനന്ദയെ കാണാൻ പോലും ഇല്ല. എന്തായാലും സുനന്ദയുടെ ആരാധകർക്കൊക്കെ അത് ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ള കാര്യമാണല്ലേ. ഇനി സുനന്ദ തിരിച്ചു വരുമോ അതോ ഇനി സുനന്ദയുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞോ ഇല്ലേ എന്നൊക്കെ നമുക്ക് എന്തായാലും അറിയാം. എന്തായാലും ഇനി സുഭാഷ് ഏട്ടൻ്റെ ജീവിതത്തിൽ സുനന്ദ ആയിരിക്കില്ല, ഈ ഒരു നായികയായിരിക്കും. പക്ഷേ ഇത് വിട്ടുകൊടുക്കുകയോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാം. എന്തായാലും ഈ നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയമാണ് ഇനി കാറ്റത്തെ കിളിക്കൂട്ടിൽ കുറച്ച് കാലം കളിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സുധീഷിൻ്റെയും നിധിയുടെയും രാജീവൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് ഇവരുടെ ഒരു എൻട്രി ആയിട്ട് കാണുന്നത്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള എപ്പിസോഡ്സ് ആയിരിക്കും ഇനി അങ്ങോട്ട്. ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടി വന്നിട്ട് ഒരു മലയാളി ചെക്കനെ പ്രേമിക്കുന്നതും അവരുടെ ഭാഷകൾ തമ്മിലുള്ള ബുദ്ധിമുട്ടുകളും എന്നിട്ടും അവർ അതിഗാഢമായിട്ട് സ്നേഹിക്കുന്നതും ഒക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മളെ കാറ്റത്തെ കിളിക്കൂട്ടിനായിട്ട്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.